എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാറൻ ബഫറ്റിനെ കുറിച്ചാണ്. അതായത് വാറൻ ബഫറ്റിൻ്റെ ഒരു നല്ല കാര്യം അല്ലെങ്കിൽ നല്ല സ്വഭാവം. പൊതുവിൽ വാറൻ ബഫറ്റ് ഒരു നല്ല സ്വഭാവത്തിന് ഉടമയാണ്. പണം ഇത്ര അധികം ഉണ്ടെങ്കിൽ കൂടിയും അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് അദ്ദേഹത്തിന് ഏകദേശം ആസ്തി 12 ലക്ഷം കോടി രൂപയിലേറെയാണ് ഇന്നത്തെ ആസ്തി. പക്ഷെ ഒന്നോർത്താൽ ആ ആസ്തിയുടെ ഏകദേശം 99% അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ചെലവഴിക്കുന്നത്. അതായത് ബഫറ്റിന്റെ മരണശേഷം സ്വത്തുക്കൾ എങ്ങനെയാണ് വീതം വയ്ക്കേണ്ടതെന്ന് അദ്ദേഹം ഇപ്പോഴേ തന്നെ വിൽപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് 3 മക്കളാണ് ഉള്ളത്. ആ മക്കൾക്കാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ആ സംഘടനയുടെ ചുമതല. അദ്ദേഹത്തിന്റെ 3 മക്കളായ ഹൊവാർഡ്, പീറ്റർ, സൂസി ബഫറ്റ് എന്നിവർ കൈകാര്യം ചെയ്യുന്ന വിവിധ ചാരിറ്റബിൾ ഫൗണ്ടേഷനുകൾക്ക് 100 കോടിയിൽ അധികം ഡോളറാണ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംഭാവന ചെയ്തിട്ടുള്ളത്. ബിൽ ഗേറ്റ്സ്, മൈക്കൽ ബ്ലൂംബെർഗ്, രത്തൻ ടാറ്റ തുടങ്ങിയ വ്യവസായികളെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പേര് കേട്ടവരാണെങ്കിലും വാറൻ ബഫറ്റ് ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. അതായത് സമ്പത്തിന്റെ വലിയൊരു പങ്ക് വീതം അദ്ദേഹം വീണ്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയായ ബർക്ക്ഷയർ ഹാത്ത്വേയുടെ സ്ഥാപകനായ ബഫറ്റിന്റെ ഇന്നത്തെ ആസ്തി ഏകദേശം 15,000 കോടി ഡോളറിലധികം വരും. തന്റെ കുടുംബത്തിന് കീഴിലുള്ള വിവിധ ഫൗണ്ടേഷനുകൾക്കും ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷനും ഒക്കെയായി കോടിക്കണക്കിന് രൂപയാണ് ബഫറ്റ് സംഭാവന ചെയ്തിട്ടുള്ളത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്. അതായത് അതുകൂടാതെ ബർക്ക്ഷയർ ഹാത്ത്വേയുടെ ഓഹരികൾ വിവിധ ഫൗണ്ടേഷനുകൾക്ക് എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടതെന്നും ബഫറ്റ് വ്യക്തമാക്കി വെച്ചിട്ടുണ്ട്. സൂസൻ തോമസൺ ബഫറ്റ് ഫൗണ്ടേഷന് 15 ലക്ഷം ഓഹരികൾ നൽകും. ഷെർവുഡ് ഫൗണ്ടേഷന് 3 ലക്ഷം ഓഹരികളും ദി ഹൊവാർഡ് ജി ഫൗണ്ടേഷന് 3 ലക്ഷം ഓഹരികളുമാണ് നൽകാനായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. തൻ്റെ സ്വത്തുക്കൾ ഇത്രയും അധികമുള്ള തൻ്റെ സ്വത്തുക്കൾ വിതരണം ചെയ്യാൻ മക്കളായ സൂസി, ഹോവി, പീറ്റർ എന്നിവർക്ക് തന്നെയാണ് അദ്ദേഹം മുൻഗണന നൽകിയിരിക്കുന്നത്. പിന്നെ ഇവർക്ക് ഈ സ്വത്ത് പങ്കുവെക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് പ്രവൃത്തി പരിചയക്കുറവോ മറ്റും ഉണ്ടെങ്കിൽ ആ സ്വത്തുകൾ കൈകാര്യം ചെയ്യാനായിട്ട് 3 ട്രസ്റ്റുകളെയും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കാര്യം എന്ന് വെച്ചാൽ വാറൻ ബഫറ്റിന്റെ ഭാര്യയായ സൂസി ബഫറ്റ് മരിക്കുമ്പോൾ അവരുടെ ആസ്തി ഏകദേശം 300 കോടി ഡോളറായിരുന്നു. ഈ തുകയുടെ 96% അദ്ദേഹം വിവിധ ചാരിറ്റബിൾ ഫൗണ്ടേഷനുകൾക്കാണ് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ 3 മക്കൾക്കും അതിൽ നിന്ന് ഒരു $10 മില്യൺ വീതം അദ്ദേഹം നൽകി. മറ്റൊരു കാര്യം അദ്ദേഹം എല്ലാ പിതാക്കന്മാരോടും പറയുന്നുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ വിൽപത്രം തയ്യാറാക്കുമ്പോൾ മാതാപിതാക്കൾ വിൽപത്രം തയ്യാറാക്കുമ്പോൾ മക്കളുമായി ചർച്ച ചെയ്യണം എന്നൊരു നിർദ്ദേശവും അദ്ദേഹം മാതാപിതാക്കൾക്കായി നൽകിയിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു തല്ലുപിടുത്തമോ അല്ലെങ്കിൽ ശണ്ടയോ ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ താല്പര്യപ്പെട്ടത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.